എടാ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നീ എന്നോട് നീ ആരാടാന്ന് ചോദിക്കാൻ നീ ആരാടാ? അതേടാ വെക്കട ഫോൺ. കുറെ നേരെ ഫോൺ മേടിച്ചപ്പോ തുടങ്ങിയത്. ഹായ്, അടിപൊളി ഫോണാണല്ലോ സാറേ. അങ്ങനെ ആശാനും ഫോണായി. ഇപ്പൊ ഈ കുന്ത്രണ്ടല്ലേ റേഷൻ കടയിൽ നിന്ന് അരി പോലും കിട്ടില്ല. വാങ്ങിയപ്പോ സ്മാർട്ട് ഫോൺ തന്നെ വാങ്ങി. അങ്ങനെ ആശാനും സ്മാർട്ടായി. പിന്നെ സ്മാർട്ട് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ വലിയ സ്മാർട്ടാവും. ഹലോ, ശരി സാർ. ആശാനെ എന്തു പറ്റി? ആശാനെ എന്നെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. നിന്നെടുത്ത് നിൽക്കണം പറഞ്ഞത്. എന്റെ മാതാവേ, എന്റെ ആശാനെ, എനിക്കിനി ആരുണ്ട് ആശാനെ? ആശാനെ, ആരാശാനെ? എല്ലാം പോയിടാ. വേണ്ട ആശാനെ, ഫോൺ ഞാൻ എടുക്കാം. ഹലോ, ആരാ? അതെ, നിങ്ങളാരാ? ഡൽഹി പോലീസോ? എന്താ കാര്യം? OTP? അതെന്തിനാ? സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു എന്നോ? ആര്? അതെ, ഞങ്ങൾ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു. അതെ, ഹലോ ഹലോ ഹലോ. എൻ്റെ ആശാനെ, ഇത് അതൊന്നുമല്ല. ജനങ്ങളെ വിളിച്ച് പേടിപ്പിച്ച് പൈസ അടിച്ചു മാറ്റാനുള്ളൊരു പരിപാടിയാണ്. ഇത് അറസ്റ്റൊന്നുമല്ല, വെറുതെ. ഇതിപ്പോ കൊറേ കേസായല്ലോ. വെർച്വൽ അറസ്റ്റ്, ടാക്സ് പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കുക, സാമ്പത്തിക തിരിമറി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കുക. അങ്ങനെ കുറേ ആൾക്കാർ പേടിച്ച് പൈസ കൊടുക്കും. എന്നാലും ഇങ്ങനെ പോലെ കുറെ ആൾക്കാരുണ്ട് കാശ് കൊടുക്കാനായിട്ട്. ദാസ, നീ മിണ്ടണ്ടോട്ടാ. അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്തില്ല അല്ലേ? ഇല്ല ആശാനെ. ഇത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ തട്ടിപ്പാ. അവർ വിളിച്ചപ്പോൾ ആശാൻ പേടിച്ചില്ലേ? ആ പേടിയാണ് അവർ ഉപയോഗിക്കുന്നത്. അതാണ് അവരുടെ മൂലധനം. ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ദാസോ, എന്റെ ആശാന്റെ അടുത്ത് നിന്റെ തരികട പരിപാടി ഒന്നും പറ്റില്ല. കിടുങ്ങാൻ വേണ്ടി അടിച്ചാൽ പൊടിക്കാൻ. ഇത്തരത്തിൽ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് ഇപ്പോൾ. ഇത്തരത്തിൽ ആരെങ്കിലും വിളിച്ച് പൈസയ്ക്ക് ആവശ്യപ്പെട്ടാലേ പരാതി കൊടുക്കാനുള്ള ഒരു നമ്പർ ഉണ്ട്, 1930. അതെ, അല്ലാതെ അവർക്ക് പൈസയും OTP ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ മൊബൈലും തന്നെ നമ്പർ സേവ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞില്ലേ, 1930 1930.